5 കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ക്ലിയർ വരുത്താതെ കാല് മഹ്ശറയിൽ അനക്കാൻ അനുവദിക്കൂല എന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സമ്പത്ത് എങ്ങനെയാ ചെലവാക്കി, എങ്ങനെയാ ഉണ്ടാക്കിയത്, എങ്ങനെയാ ചെലവാക്കിയത്. വളരെ കൃത്യമായ കണക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താതെ ഒരു കാലും അനക്കാൻ അനുവദിക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത്, നമ്മൾ കഴിക്കുന്നത് ഒക്കെ ഹലാലാകണം. റമളാനിലേക്ക് ഹറാമും കൊണ്ട് കടക്കാനാകരുത്, ഒക്കെ റെഡിയാക്കണം. പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത്, ഖൈറിന്റെ വഴികളിൽ നമ്മുടെ കയ്യിലുള്ളത് സ്വതക്ക ചെയ്യണം. ഖൈറിന്റെ മാർഗത്തിൽ നല്ല സ്വതക്ക ചെയ്യാൻ ശീലിക്കണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉഷാറില്ലേ, കോട്ടക്കല ഉഷാറല്ലേ, റളിയല്ലാഹു അൻഹു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഈ ഉമ്മത്തിലെ ഒന്നാമനാണ്. അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാ. അംബിയാക്കൾ കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്തുള്ള ആള് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഉമർ റളിയല്ലാഹു അൻഹു അടക്കം അതിനുശേഷം വരുന്ന ലക്ഷക്കണക്കായ സ്വഹാബികളും ഗൗസുൽ ആദം തങ്ങളെപ്പോലുള്ള പ്രഗത്ഭരായ ഔലിയാക്കളും അബൂ ഹനീഫത്തുൽ കുഫി തങ്ങൾ, ശാഫിഈ ഇമാമിനെ പോലുള്ള ഇമാമുമാരും പണ്ഡിതന്മാരും മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും, ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാരടക്കം ഇന്ന് വരെ ഖിയാമത്ത് നാൾ വരെ വരുന്ന സകല മുഅ്മിനീങ്ങളുടെ ഇബാദത്തും പവറും പത്രാസും ഒരു തുലാസിൽ വെച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം ഒരു തട്ടിലും വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ തട്ടിന് കനം കൂടുതൽ തന്നെ. അവലുമന്നാമ നബി അബൂബക്കർ. എത്ര പവറാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. എത്രയാണ് സ്വതക്ക, എത്രയാണ് സ്വതക്ക, എത്രയാണ് ഖുർആനിൽ മഹാനവർകളുടെ സ്വതക്കയെ സപ്പോർട്ട് അടിച്ചത്. സുബ്ഹാനല്ലാഹ്. സഫാ മർവക്കടയിലൂടെ ഒരു സദസ്സ് ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് വലിയ ബഹളം, ഭയങ്കരമായ അട്ടഹാസവും കുഴപ്പങ്ങളും കേൾക്കുന്നത്. നോക്കുമ്പോൾ ആരെയോ വലിച്ചു കൊണ്ടുപോയത് ജബൽ അബീ ഖുബൈസിന്റെ അടിവാരത്തിലൂടെ മനുഷ്യനെ വലിച്ചു കൊണ്ടുപോയതിന്റെ പാട് കാണും. ആരെയാ വലിക്കപ്പെട്ടത്? അടിമയായിരുന്ന ഉമയ്യത്തിന്റെ അടിമയായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ കൈകാലുകളിൽ ചങ്ങല കൊണ്ടും കയറുകൊണ്ടും കെട്ടിയിട്ടിട്ട് നായയെ വലിക്കണത് പോലെ അങ്ങനെ നായയെ പോലും വലിക്കൂല. ജബൽ അബീ ഖുബൈസിന്റെ അടിവാരത്തിലൂടെ സഫാ മർവക്കടയിലൂടെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിലേക്ക് വലിച്ചു കൊണ്ടുപോയി ചുട്ടുപൊള്ളുന്ന വെയിലത്ത് മലർത്തിക്കിടത്തിയിട്ട് വലിയ ഒരു പാറക്കഷ്ണം എടുത്തിട്ട് നെഞ്ചത്ത് കയറ്റി വെച്ചിട്ട് സുബ്ഹാന ജല്ല ജലാലു ഒന്ന് തടവാനോ തടയാനോ കഴിയാത്ത നിലക്ക് കൈകാലുകൾ ബന്ധിച്ചിട്ട് ഉമയ്യത്തും ടീമും പറയുന്നു, മുഹമ്മദിന്റെ ആശയത്തുനിന്ന് മാറുവോ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാറിയാൽ ഈ കെട്ടുകളിൽ നിന്നും ബന്ധനത്തിൽ നിന്നും മാത്രമല്ല, നിന്നെ അടിമത്തത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കാ. നീ ആശയത്തുനിന്ന് മാറുമോ? ഈ ബഹളം കേട്ടിട്ടാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ഓടി വന്നത്. വരുമ്പോൾ തങ്ങളെ ക്ലാസ്സിൽ ഇടക്കിടക്ക് ഒളിഞ്ഞും പാത്തും വരുന്ന ബിലാല് തങ്ങളാണ്. കല്ലിന്റെ അടിയിൽ കിടക്കുന്നതല്ല, നെഞ്ചിന്റെ മേലെ കല്ല് കയറ്റി വെച്ചിട്ട് മലർത്തിക്കിടത്തിയിട്ട് അതിക്രൂരമായി അടിക്കുന്നത്. ശരീരത്തുനിന്ന് ചോര പൊടിയുന്നിടതൊന്ന് തടവാൻ പോലും കൈകാലുകൾ ബന്ധിച്ചതിനാൽ കഴിയുന്നില്ല. നിസ്സഹായനായ ഒരു പച്ച മനുഷ്യനെ മലർത്തിക്കിടത്തിയിട്ട് അതിക്രൂരമായി ആക്രമിക്കുന്ന കാഴ്ച കണ്ട് സങ്കടപ്പെട്ടു പോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിന്നും മയ്യത്തും ടീമും ചോദിക്കുന്ന, ബിലാലേ നിന്റെ ആശയത്തുനിന്ന് മാറുമോ? അടിയുടെ കാഠിന്യം കൊണ്ട് ബിലാല് തങ്ങളുടെ വാക്ക് മാറി പോകുമോ? എന്തെങ്കിലും ഐഡിയെങ്കിലും പറഞ്ഞിട്ട് ബിലാല് രക്ഷപ്പെടുമോ എന്ന് നോക്കിയതാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇല്ല, അവിടുത്തെ വലിയ പവറുള്ള മദ്ഹിന്റെ ശബ്ദം, ആ ഘനഗാംഭീര്യമായ ഭംഗിയുള്ള ശബ്ദത്തിലൂടെ ബിലാല് തങ്ങൾ പറയുന്ന അഹദ് 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 അല്ലാഹു അഹദ്. അടിയും തുഴിയും ചവിട്ടും കുത്തുന്നൊരു വിഷയമല്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ട്, അവിടുത്തെ ശബ്ദം അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു
ബാങ്ക് സ്വപ്നം കണ്ടപ്പോൾ, ബാങ്കിനെ കലിമത്തുകൾ സ്വപ്നം കണ്ടപ്പോൾ മുത്തുനബിന്റെ അടുക്കൽ വന്നിട്ടത് പറഞ്ഞു കൊടുത്തപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, അബ്ദുല്ലാഹും ബിലാൽ, ബിലാലിന്റെ കൂടെ നിൽക്ക്. ബിലാൽ തങ്ങൾക്ക് ചെറുങ്ങനെ പറഞ്ഞു കൊടുക്കും, ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു കൊടുക്കും. ബിലാൽ ഉച്ചത്തിൽ വിളിക്കട്ടെ. അതിഗാംഭീര്യമുള്ള ശബ്ദമാണ്, ഭംഗിയുള്ള ശബ്ദമാണ്. മദീനയിൽ മൈക്രോഫോണിന്റെ ഈ മൈക്കിന്റെ ശബ്ദതരംഗങ്ങളുടെ ആവശ്യമില്ലാതെ 8 കിലോമീറ്റർ കേൾക്കുമത്രേ ബിലാൽ തങ്ങളുടെ ബാങ്ക്. അതെന്തൊരു ശബ്ദമാണ്! അള്ളാഹു അവരുടെ ബർക്കത്തുകൊണ്ട് നമുക്ക് അള്ളാഹു ശബ്ദം നിലനിർത്തി തരട്ടെ. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടിലേക്ക് നോക്കുമ്പോൾ അഹദ് 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 എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ ദേഷ്യം കടിച്ചമർത്താൻ കഴിയാതെ ഉമയ്യത്ത് പിന്നെയും ചാട്ടവാറ് വീശുന്നു. ബിലാൽ തങ്ങളുടെ ശരീരത്തിലേക്ക് അടി വീഴുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയ്യിൽ കയറി പിടിച്ചിട്ട് ചോദിക്കുന്നു, ഉമയ്യത്തെ, നീ ബിലാലിനെ വിൽക്കുമോ? വിൽക്കാം. എത്രയാണ് വേണ്ടത്? അന്ന് വരെ മക്കയിൽ ഒരു അടിമക്കും പറഞ്ഞിട്ടില്ലാത്ത വില പറയുന്നു. 1 ദിർഹം കുറയുമോ എന്ന് ചോദിക്കാതെ പറഞ്ഞ പൈസ മുഴുവനും കൊടുത്തിട്ട് ബിലാൽ തങ്ങളെ വാങ്ങുന്നു. ആളുകളോടെല്ലാം പിരിഞ്ഞു പോകാൻ പറയുന്നു. ആളുകളെല്ലാം പിരിഞ്ഞു പോയപ്പോൾ കയറ്റി വെച്ചിരിക്കുന്ന പാറക്കല്ല് തന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ടെടുത്തു മാറ്റിയിട്ട് ബിലാൽ തങ്ങളെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് കൈകാലികളിലുള്ള കെട്ടുകൾ അടിച്ചു കൊടുത്തു. തന്റെ മേൽമുണ്ടെടുത്തിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലുള്ള രക്തവും പൊടിയുമെല്ലാം തട്ടിക്കൊടുത്തു. അവിടെ നിൽക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു തന്നെ വാങ്ങിയിരിക്കുന്ന പുതിയ യജമാനന്റെ സ്വഭാവത്തിലും സന്തോഷമുള്ള ആളാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഈ ഉമ്മത്തിലെ ഒന്നാമനാണെന്നറിയുന്ന ബിലാൽ തങ്ങൾ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വളരെ ഭവ്യതയോടെ താഴ്മയോടെ നിന്നപ്പോൾ 2 ചുമലത്തും പിടിച്ചിട്ട് പറയുന്ന, ബിലാൽ, നീ എന്റെ അടിമയല്ല, നീ എന്റെ അനുജനാണ്. നമ്മൾക്കിടയിൽ അടിമ ഉടമ ബന്ധം വേണ്ട, നമുക്കിടയിൽ സുഹബത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിന്റെ ശിഷ്യന്മാരാണെന്ന ഏറ്റവും വലിയ ബന്ധം മതി. നീ എന്റെ അടിമയല്ല, ഞാൻ നിന്നെ സ്വതന്ത്രനാക്കുകയാണ്. ലോക ചരിത്രത്തിൽ വളരെ ശ്രദ്ധയാകർഷിച്ച ഏറ്റവും വലിയ ഇത്ഖാണത്, അടിമത്വമോചനമാണത്. ആ നിലക്ക് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ചിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദർസ് നടത്തുന്ന ദാറുൽ അർഖമിലേക്ക് വരുമ്പോൾ വാതിൽ കലതാ എഴുന്നേറ്റ് കാത്തു നിൽക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ചു വരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചിട്ടുള്ളിലേക്ക് ഇരുത്തുകയാണ്. കാരണം എന്താണെന്നറിയോ? ഈ കഅബാലയത്തിന്റെ മുമ്പിൽ നിന്ന് ബിലാൽ തങ്ങളെ വലിയ വില കൊടുത്തു വാങ്ങിയിട്ട് മോചിപ്പിച്ചില്ലയോ? അതേ സമയത്ത് നസലൽ അമീൻ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ദാറുൽ അർഖമിൽ നിന്ന് മുത്തുനബിയോട് പറയുന്നു, വഹി ഇറങ്ങുന്നു, വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുതി മാലഹു യതസക്കാ വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ഇബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അലാ വലസൗഫ യർദാ. തഖ്വയുള്ള മഹാന്മാർ നരകത്തിൽ നിന്ന് ദൂരത്താകാൻ അവരുടെ സമ്പത്ത് ചെലവാക്കും നബിയേ. അല്ലാഹുവിന്റെ പൊരുത്തമല്ലാത്തതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല നബിയേ. വലസൗഫ യർദാ, ഒരു വലിയ സന്തോഷത്തിലാകും നബിയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ തങ്ങളെ മോചിപ്പിച്ചപ്പോൾ സപ്പോർട്ട് അടിച്ചിട്ട് ഇറങ്ങിയ ആയത്തുകളാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.